السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حلقة جديدة في UGC NET العربية. UGC NET അറബിക്കിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിറ്റ് 1 അശ്ശഅറുൽ അറബി ഹത്തൽ അസ്റിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി കവിത. മുഅല്ലഖാത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൻതറത്ത് ഇബ്നു ഷദ്ദാദിൻ്റെ മുഅല്ലഖയാണ്. وإذا بليت بظالم كن ظالما وإذا لقيت ذوي الجهالة فاجهلي واختر لنفسك منزلا تعلو به أو مت كريما في ظلال القسطل എന്ന കവിത കൊണ്ട് പ്രസിദ്ധനായ അൻതറത്ത് ഇബ്നു ഷദ്ദാദ്. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി വായിക്കാം. അൻതറത്ത് ഇബ്നു ഷദ്ദാദ് 525 മുതൽ 608 വരെയാണ് ജീവിച്ചത്. അൻതറത്ത് ഇബ്നു ഷദ്ദാദ് ഇബ്നു ഖുറാദ് അൽ അബ്സി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. അദ്ദേഹം 525 ജനിച്ചു. ലി അബിൻ അറബിയിൻ വ ഉമ്മിൻ ഹബഷിയ. അദ്ദേഹത്തിൻ്റെ ഉപ്പ അറബിയാണെങ്കിലും ഉമ്മ കറുത്ത വർഗ്ഗക്കാരിയാണ്, ഹബഷിയത്താണ്. 608 അദ്ദേഹത്തിൻ്റെ മരണം. അഷ്ഹറു ഫുർസാനിൽ അറബ് വഷ്തഹറ ബിശ്ശഅരിൽ ഫുറൂസിയ. അദ്ദേഹം അറബികളുടെ കുതിരപ്പടയാളികളിൽ ഏറ്റവും പ്രസിദ്ധനാണ്. അതുപോലെ തേരോട്ട കവിതകൾ കൊണ്ടും അദ്ദേഹം അറിയപ്പെട്ടു. മുഅല്ലഖതുഹു അലൽ ബഹ്റിൽ കാമിൽ. അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ രചിച്ചത് കാമിൽ എന്ന ബഹറിലാണ്. 80ഓളം ബൈത്തുകളാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിലുള്ളത്. യുകന്ന ബി അബിൽ ഫവാരിസ് ലി ഫുറൂസിയത്തിഹി വ ജുർഅത്തിഹി. അദ്ദേഹത്തിൻ്റെ പടയോട്ടം കാരണത്താൽ അബുൽ ഫവാരിസ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ഉമ്മുഹു ഹബഷിയത്തുൻ ഇസ്മുഹ സബീബ. അദ്ദേഹത്തിൻ്റെ ഹബഷിയത്തായ മാതാവിൻ്റെ പേര് സബീബ എന്നാണ്. ഫക്കാന സവാദ് ലൗൻ. അദ്ദേഹവും കറുത്ത നിറക്കാരനായിരുന്നു. വലിഹാദ യുഅദ്ദു മിൻ അഗ്റബുൽ അറബ്. ഇത് കാരണത്താൽ അദ്ദേഹം അഗ്റബുൽ അറബ് എന്നും അറിയപ്പെട്ടിരുന്നു. അഹബ്ബ അൻതറ ഇബ്നത അമ്മിഹി അബ്ലഹ് ബിൻത് മാലിക്. അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരനായ മാലിക്കിൻ്റെ മകൾ അബ്ലയെ അൻതറത്ത് ഇബ്നു ഷദ്ദാദ് പ്രണയിച്ചു. കാനത്ത് മിൻ അജ്മലി നിസാഇ ഖൗമിഹ. തൻ്റെ ഗോത്രത്തിലെ ഏറ്റവും സുന്ദരിയായിരുന്നു അവൾ. ലാക്കിൻ അമ്മുഹു റഫള സിവാജ്. പക്ഷേ മാലിക് ആ വിവാഹത്തിന് സമ്മതിച്ചില്ല. നശഅ അൻതറ ഫി നജ്ദ് അബ്ദൻ യർഅൽ ഇബൽ. അൻതറത്ത് ഇബ്നു ഷദ്ദാദ് വളർന്നത് നജ്ദിൽ ഒട്ടകത്തെ മേയ്ക്കുന്ന ഒരു അടിമയായിട്ടാണ്. കാന ഷദീദൻ ബത്താഷൻ ഷുജാഅൻ. അദ്ദേഹം വീരശൂര പരാക്രമിയായിരുന്നു. ഇസ്തറക ഫി ഹർബി ദാഹിസ് വൽ ഗബ്ര. ദാഹിസ് ഗബ്ര യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അഗാറ ബഅദുൽ അറബ് അലാ ഖൗമിഹി അബ്സ്. അദ്ദേഹത്തിൻ്റെ ഗോത്രമായ അബ്സിനെ ചില അറബികൾ ആക്രമിച്ചു. ഫഖാല ലഹു അബൂഹു ഖുറയ അൻതറ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, അൻതറ യുദ്ധത്തിലേക്ക് എടുത്തുചാട്. ഫഖാല. അപ്പോൾ അൻതറ മറുപടി പറഞ്ഞു, അൽ അബ്ദു ലാ യുഹ്സിനുൽ കർ ഇന്നമാ യുഹ്സിനുൽ ഹിലാബ വസ്സർ. അടിമക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല. അടിമക്ക് പാൽ കറക്കാനും അകിട് കെട്ടിവെക്കാനും മാത്രമേ അറിയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു, ഖുർറ വ അൻത ഹുർ. അൻതറ, നീ യുദ്ധം ചെയ്യ്, നീ സ്വതന്ത്രനാണ്. ഫഖാത്തല വഹസമൽ ഖൗം. അങ്ങനെ അൻതറ യുദ്ധം ചെയ്ത് ശത്രുക്കളെ പരാജയപ്പെടുത്തി എന്നാണ് ചരിത്രം. ശുഅറാഉൽ മുഅല്ലഖയിൽ അടുത്തത് അംർ ഇബ്നു കുൽസൂം. അലാ ഹുബ്ബി ബിസഹ്നികി ഫസ്ബഹീന വലാ തുബ്ഖി ഖുമൂറൽ അൻദരീന മുശഅശഅതൻ കഅന്നൽ ഹുസ്സ ഫീഹാ ഇദാ മൽ മാഅ ഖാലതഹ സഖീന എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ മുഅല്ലഖ രചിച്ച അംർ ഇബ്നു കുൽസൂം. അംർ ഇബ്നു കുൽസൂമിനെ കുറിച്ച് വിശദമായി വായിക്കാം. 450 മുതൽ 584 വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അബുൽ അസ്വദ് അംർ ഇബ്നു കുൽസൂം ബിൻ മാലിക് ബിൻ അത്താബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര്. അദ്ദേഹം തഗ്ലബ് ഗോത്രക്കാരനാണ്. വുലിദ ഫി ഷിമാലി ജസീറത്തുൽ അറബ്. 450 ജസീറത്തുൽ അറബിൻ്റെ വടക്കുഭാഗത്താണ് അദ്ദേഹം ജനിച്ചത്. 584 അദ്ദേഹം മരണപ്പെട്ടത്. തജവല ഫി ഷാം വൽ ഇറാഖ് വ നജ്ദ്. നജ്ദിലേക്കും ഇറാഖിലേക്കും ഷാമിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. സഞ്ചാരപ്രിയനായിരുന്നു അദ്ദേഹം. മുഅല്ലഖതുഹു നൂനിയത്തുൻ അലൽ ബഹ്റിൽ വാഫിർ. വാഫിർ എന്ന ബഹറിൽ നൂനുകൊണ്ട് അവസാനിക്കുന്ന മുഅല്ലഖയാണ് അദ്ദേഹം രചിച്ചത്. 100ഓളം ബൈത്തുകളാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിലുള്ളത്. ഉമ്മിറ ത്വീലൻ വ തുഫിയ ഫിൽ ജസീറത്തിൽ ഫുറാത്തിയ. അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടായിരുന്നു. യൂഫ്രട്ടീസ് ദ്വീപിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഉമ്മുഹു ലൈല ബിൻതുൽ മുഹൽഹിൽ. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് ലൈലയാണ്.
ഇസ്തഖ്ദമ ഉമ്മു അംർ ബിൻ ഹിന്ദ് ഉമ്മഹു, അംർ ബിൻ ഹിന്ദ് രാജാവിൻ്റെ ഉമ്മ ഇദ്ദേഹത്തിൻ്റെ മാതാവിനെ കൊണ്ട് സേവനം ചെയ്യിപ്പിച്ചിരുന്നു നിർബന്ധിതമായി. അത് കാരണത്താൽ അംർ ബിൻ കുൽഥും അംർ ബിൻ ഹിന്ദിനെ വധിക്കുന്നുണ്ട്. ആ വധം ജാഹിലിയ കാലത്ത് വളരെ ദാരുണമായി നടത്തപ്പെട്ട വധങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. സാദ ഖൗമഹു വഹുവ ബിനു 15 സന, അദ്ദേഹം 15 വയസ്സുള്ള കുട്ടിയായിരിക്കെ തൻ്റെ ഗോത്രത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഖീല ലൗ അബ്ത അൽ ഇസ്ലാമു ലഅക്കലത് തഗ്ലബുന്നാസ്, അദ്ദേഹത്തിൻ്റെ ഗോത്രമായ തഗ്ലബ് വളരെ ശക്തരും പരാക്രമികളുമായിരുന്നു. അക്കാരണത്താൽ ഇങ്ങനെ പറയപ്പെടാറുണ്ടായിരുന്നു, ഇസ്ലാം വരാൻ വൈകിയിരുന്നെങ്കിൽ തഗ്ലബ് ഗോത്രം ജനങ്ങളെ കൊന്നു തിന്നുമായിരുന്നു എന്ന്. കാന യഫ്തഖിറു ബി ഖൗമിഹി ഫി അക്സരി അബിയാതി, അദ്ദേഹത്തിൻ്റെ അധിക കവിതകളിലും തൻ്റെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹം അഭിമാനിക്കുമായിരുന്നു. വകാന നാസു യുഅല്ലിമൂനഹ ലി ഔലാദിഹിം, ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ തങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കുമായിരുന്നു. ഖതല അംർ ബിൻ ഹിന്ദ് വഖാമ ഖതീബൻ ബിമുഅല്ലഖതിഹി ഫി സൂഖി ഉക്കാദ്, അംർ ബിൻ ഹിന്ദിനെ വധിച്ച് സൂഖ് ഉക്കാദിൽ വന്ന് തൻ്റെ മുഅല്ലഖ പാടിക്കൊണ്ട് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നുണ്ട്. മിൻ മുഅല്ലഖതിഹി, അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിൽപ്പെട്ടതാണ് അലാ ലാ യജ്ഹലൻ അഹദുൻ അലൈന ഫനജ്ഹല ഫൗഖ ജഹ്ലിൽ ജാഹിലീന, ഞങ്ങളെക്കുറിച്ച് ആരും അജ്ഞരാവേണ്ട, ആരെങ്കിലും അജ്ഞരായാൽ അവരെക്കാൾ അജ്ഞർ ഞങ്ങളാകും എന്ന് പ്രഖ്യാപിക്കുന്ന ഈ കവിത അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിൽപ്പെട്ടതാണ്. ശുഅറാ ഉൽ മുഅല്ലഖയിൽ അവസാനമായി നമ്മൾ പരിചയപ്പെടുന്നത് അൽ ഹാരിസ് ബിനു ഹില്ലിസയെക്കുറിച്ചാണ്. ആദനത്നാ ബിബൈനിഹ അസ്മാഉ റുബ്ബ സാവിൻ യുമല്ലു മിൻഹു സവാഉ, ആദനത്നാ ബിബൈനിഹ സുമ്മ വല്ലത് ലൈത ശിഅരി മതാ യകൂനു ലിഖാഉ എന്ന് തുടങ്ങുന്ന മുഅല്ലഖ രചിച്ച അൽ ഹാരിസ് ബിനു ഹില്ലിസ. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം. ഹാരിസ് ബിനു ഹില്ലിസ മരണപ്പെടുന്നത് 580-ലാണ്. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. അൽ ഹാരിസ് ബിനു ഹില്ലിസ ബിൻ മക്രൂഹ് ബിൻ ബുദൈദ് അൽ യഷ്കുരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഷാഇറുൻ ജാഹിലിയുൻ മിൻ അഹ്ലി ബാദിയത്തിൽ ഇറാഖ്, ഇറാഖിലെ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിച്ച ജാഹിലിയ കവിയാണ് അദ്ദേഹം. മിൻ ഉലമാഇ ഖബീലത്തി ബക്കർ ബിൻ വായിൽ വ ഖതീബിഹ, ബക്കർ ബിൻ വായിൽ ഗോത്രത്തിൻ്റെ പ്രധാനിയും പ്രഭാഷകനുമാണ് അദ്ദേഹം. മുഅല്ലഖതുഹു ഹംസിയത്തുൻ അലൽ ബഹ്റിൽ ഖഫീഫ്, ഖഫീഫ് എന്ന ബഹറിൽ ഹംസ കൊണ്ട് അവസാനിക്കുന്ന മുഅല്ലഖയാണ് അദ്ദേഹം രചിച്ചത്. 85ഓളം ബൈത്തുകളാണ് തൻ്റെ മുഅല്ലഖയിലുള്ളത്. കാന ഷദീദ് അൽ ഫഖ്രി ബി ഖൗമിഹ്, അദ്ദേഹം തൻ്റെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് വളരെയധികം അഭിമാനിക്കുമായിരുന്നു. തൻ്റെ ആത്മാഭിമാനം കാരണത്താൽ അദ്ദേഹത്തെക്കുറിച്ച് പഴഞ്ചൊല്ല് വരെയുണ്ടായി, അഫ്ഖറു മിനൽ ഹാരിസ് ബിൻ ഹില്ലിസ. ഒരാൾ അമിതമായി അഭിമാനം കാണിച്ചാൽ അഫ്ഖർ മിനൽ ഹാരിസ് ബിൻ ഹില്ലിസ എന്ന് അറബികൾ പഴഞ്ചൊല്ലായി പറയാൻ തുടങ്ങി. ശുക്രൻ അല ദഅം. ഇല ലിഖാ ഫിൽ ഹൽഖ അത്താലിയ. മഅ അസ്സലാമ.